ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ഭംഗിയുള്ളൊരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോൾഡായിട്ടുള്ള ഭാഗങ്ങൾ രണ്ടും ചേർത്ത് ഒരേ അളവിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ചെറിയ പീസ് വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്. കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് പോകണത് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. നൂലൊക്കെ എക്സ്ട്രാ വരുന്നെല്ലാം കട്ട് ചെയ്ത് കളയണേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം കട്ട് ആയി പോകാതെ, ആ നൂലില്ലേ അത് കട്ടായി പോകാതെ നമുക്ക് ചുറ്റും ചെറിയ കട്ടിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കർവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തിരിച്ചിട്ട് കഴിയുമ്പോൾ ചുളുക്കമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കട്ടിങ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നൂല് കട്ടായി പോകാതെ, അഥവാ കട്ടായാൽ അത് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ആ കോർണർ ഭാഗമൊക്കെ ഇതേപോലെ ഒരു ഡ്രൈവറോ അതിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പോയിൻ്റ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നത്. ഇതേപോലെ നല്ല കറക്റ്റ് രീതിയിൽ തിരിച്ചിട്ടതിന് ശേഷം അയൺ ചെയ്യുക. അപ്പോൾ ഞാനിത് അയൺ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു പടി, ഒരു 3 ഇഞ്ച് വീതിയിൽ ഒരു പടി ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം അകത്തേക്ക് മടക്കി 2 സൈഡിൽ നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫിനിഷിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ 1/4 ഇഞ്ച് നമ്മുടെ സ്ലീവ് അകത്ത് പടിയുടെ ഉള്ളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഭംഗിയുള്ള ഒരു ലേസ് എടുത്തിട്ട് നമുക്ക് ഇതുണ്ട് ഈ പടിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഫ്ലവർ പോലെ ഇതള് പോലുള്ള ഭാഗങ്ങൾ മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഈ ഓരത്ത് കൂടെ ഒറ്റ സ്റ്റിച്ചേ കൊടുക്കാവുള്ളൂ. വളഞ്ഞൊന്നും പോവാതെ സ്ട്രെയിറ്റായിട്ട്. കൂടുതൽ സ്റ്റിച്ച് കൊടുത്താൽ അതിന് ഭംഗി ഉണ്ടാവുകയില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് വെച്ചിട്ട് ആ ലേസൊക്കെ കറക്റ്റ് രീതിയിൽ ഇതള് പുറത്തേക്ക് കാണുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്ത് നിർത്തുക. അങ്ങനെ നമ്മുടെ മനോഹരമായിട്ടുള്ള സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും അറിയാൻ വീണ്ടും വരും. താങ്ക് യു.